ആ ഒരു വ്യക്തി നിങ്ങളോട് ഒരുപാട് വഴക്കുണ്ടാക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അപമാനിക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അയാൾ ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊന്നും അയാളോട്ട് അവൈലബിൾ അല്ല. പിന്നെ എന്തെങ്കിലും ഒരു തരത്തിൽ അയാൾക്കൊരു അഡിക്ഷൻ കാണും. മേ ബി ജോലി കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഭയങ്കര അഡിക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ്. പിന്നെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, അതായത് ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ പൈസ, ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു പേഴ്സൺ നോക്കിയതെന്ന് വെച്ചാൽ നിങ്ങൾ അയാളെക്കാട്ടി ബെറ്റർ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നാണ്. അപ്പം അങ്ങനെ ഒരാൾ പൈസയ്ക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും. അതേപോലത്തെ ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പേഴ്സണ് പൈസ ഉണ്ടെങ്കിൽ തന്നെയും അയാള് പൈസ കൊടുത്ത് അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അയാൾ എന്തും കൊടുക്കും, പൈസ വേണ്ടി എന്തും ചെയ്യും. അയാളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അയാൾ എത്ര പൈസ കൊടുക്കുകയും ചെയ്യും. അതേ ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ഈ ഒരു വ്യക്തിയൊക്കെയുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്യാരക്ടറുള്ളൊരു വ്യക്തി ആയതുകൂടെ കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് ആണ് കീപ്പ് ചെയ്യുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻ ഒരു വലിയ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. ആ ആൾ ഭയങ്കര സെൽഫിഷാണ്. ഇപ്പോൾ സ്വന്തം കാര്യങ്ങളും ഇത്രയും നാളും റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതും നിങ്ങളയാളെ ഹെൽപ്പ് ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല, അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ അയാൾക്ക് തോന്നുന്ന വഴിയാണ് അയാൾ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടൊക്കെ ഒരുപാട് വാക്കുകൾ കൊണ്ടൊക്കെ ഒരുപാട് നിങ്ങളെ നോവിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ദേഷ്യപ്പെട്ട് നിങ്ങൾ അയാളുടെ ഒരുപാട് കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾ ഓരോന്ന് കാണിക്കുമ്പോഴും ഇയാൾക്ക് അതുകൊണ്ട് പിന്നീട് യാതൊരുവിധ വിഷമമോ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങളോട് അങ്ങനെ ചെയ്തതിനേക്ക് യാതൊരുവിധ ഒരു കുറ്റബോധം ഒന്നും തന്നെയില്ല. നിങ്ങളോട് വഴക്ക് പറയുമ്പോൾ അയാളുടെ സ്റ്റാൻഡേർഡ്, ഇപ്പം നമുക്കൊരു മനുഷ്യർക്കൊരു ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വളരെ ചീപ്പായിട്ടുള്ള രീതിയിലും ഒക്കെയാണ് വരുന്നത്. അതായത് നിങ്ങളെ ആട്ടിപ്പായിക്കുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അയാൾക്ക് നിങ്ങൾ വല്ല അട്രാക്റ്റീവായിട്ടോ അങ്ങനെയൊന്നും ഇപ്പം ഫീൽ ചെയ്യുന്നില്ല. മേ ബി അയാൾ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അയാൾ ചീറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിങ്സോ അയാൾ എന്തോരം കെയർ ചെയ്യുന്നെന്നോ നിങ്ങളുടെ ഒരു ഇമോഷൻസോ അങ്ങനെ ഒന്നും തന്നെ അയാൾ വില കൊടുക്കുന്നില്ല. അയാൾക്ക് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹോപ്പും ഒരുപാട് സന്തോഷമൊക്കെ നൽകിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ എന്ന് വെച്ചാൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതും ഒരുപാട് ഇഷ്ടപ്പെട്ടും ഒരുപാട് സ്പിരിച്വലി